നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്ന് പച്ചക്കായ കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇടികല്ലിൽ ഇടിച്ചാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റാണ്. ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ? ഇതിന് വേണ്ടിയിട്ട് മൊന്തങ്കായ, ഇഞ്ചി, കാന്താരി, വെളുത്തുള്ളി, പുളി, നാരങ്ങ, മാങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് മുളക് ചതച്ചത്, ഉപ്പ്, പഞ്ചസാര, വെളിച്ചെണ്ണ ഇത്രയും കൂടെ വേണം. ഇതിന് വേണ്ടിയിട്ട് പുളി എടുക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയുടെ 4 മതിയേ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം. കായയുടെയും മാങ്ങയുടെയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ നമുക്ക് വളരെ കുറച്ച് മതി. ഇനിയിപ്പം നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയേ. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയൊക്കെ ഒന്ന് ഇടിച്ചെടുക്കാം. കാന്താരിക്ക് പകരം നമുക്ക് പച്ചമുളകായാലും മതിയാവും. നമ്മളുടെ എരിവ് അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇതിപ്പം നല്ല എരിവുള്ള ഒരു ചമ്മന്തിയാണ്. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പുളി ഇട്ടിടിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇനി മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിട്ടിടിച്ചെടുക്കാം. ഈ മാങ്ങ നമുക്ക് ആദ്യം വേണമെങ്കിൽ 1-2 കഷ്ണം മാത്രം ഇടിച്ചിട്ട് ലാസ്റ്റിൽ വേണം പുളിയുടെ അനുസരിച്ച് വീണ്ടും വേറെ ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായ ഇട്ടിടിച്ചെടുക്കാം. കായ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഇടികല്ല് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഇത് 1-2 തവണയായിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഇടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ കായയുടെ ഒപ്പം നമുക്ക് ഉപ്പും മുളക് ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നിടിച്ചെടുക്കാം. ഇതിലിപ്പം നമുക്ക് മാങ്ങയ്ക്ക് പകരം നമുക്ക് നെല്ലിക്ക വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പം നെല്ലിക്കയും ഒപ്പം ചേർത്താലും കുഴപ്പമില്ല, എല്ലാം കുറേശ്ശെ ആയിരിക്കണമെന്ന് മാത്രം. ഇനി കായും കൂടി ഇട്ടിടിക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കല്ലിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഇടിച്ചെടുക്കാം. ഇത് സാധനം എന്താണെന്ന് കഴിച്ചു നോക്കുന്നവർക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പച്ചക്കായയുടേതായ മണമോ ചവർപ്പോ ഒന്നും ഇതിനകത്തില്ല കേട്ടോ. ഇതൊരു ബംഗ്ലാദേശി റെസിപ്പിയാണ്. അവർ ഇതിനകത്തേക്ക് ഒത്തിരി സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന പുളിയാണ്. ആദ്യം ചേർക്കുമ്പോൾ വളരെ കുറേശ്ശെ ചേർക്കണം കേട്ടോ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാം കുറേശ്ശെ ചേർത്ത് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവെല്ലാം വീണ്ടും അല്പം കൂടെ ചേർത്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് പച്ച ഏത്തക്കായ കൊണ്ടും ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതിനകത്തേക്ക് 3/4 ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പുമാണ് ആദ്യം ചേർത്തിരുന്നത്. പക്ഷെ അത് പോരാൻ തോന്നിയത് കൊണ്ട് 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.